സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസ് 19:1 മുതൽ. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുകിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അവൻ സഞ്ചരിച്ചുകൊണ്ട് എരിഹോവ് പട്ടണത്തിലേക്ക് എത്തുവാനിടയായി. എരിഹോവ് പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. അവിടേക്ക് പോകുവാൻ ആർക്കും ഇഷ്ടമുള്ളതല്ല. അത് ഉണങ്ങി വരേണ്ടതായ സ്ഥലമാണ്. അവിടെ യാതൊരുവിധമായ നന്മകളും ഇല്ല. ആ എരിഹോവ് പട്ടണത്തിലേക്ക് യഹൂദന്മാർ ഒരിക്കലും കടക്കുകയില്ല. എന്നാൽ യേശു കർത്താവ് ആ തള്ളപ്പെട്ട് കിടക്കുന്നതായ, ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതായ എരിഹോവ് പട്ടണത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് വായിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടെ ഒരു വ്യക്തിയുണ്ട്, അവന്റെ ജീവിതത്തെ മാറ്റണം, അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റണം എന്ന് ആശിക്കുകയാണ്. എത്രയോ മീറ്റിങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ നടക്കുന്നു. എന്നാൽ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് എന്തുകൊണ്ട് നടക്കുന്നു എന്നറിയാമോ? ആർക്കു വേണ്ടിയായിരിക്കാം? നിനക്ക് വേണ്ടിയായിരിക്കാം. നിന്നെ ദർശിക്കുന്നതിന്, നിന്നെ ആശ്വസിപ്പിക്കുന്നതിന്, നിന്റെ പ്രശ്നങ്ങൾ മാറ്റുന്നതിന്, നിനക്ക് മക്കളെ നൽകുന്നതിന്. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ദൈവം വചനത്താൽ നിന്നോട് സംസാരിക്കാൻ പോകുന്നു, ഇടപെടാൻ പോകുന്നു. നിന്റെ അവസ്ഥ അവൻ കണ്ടിരിക്കുന്നു. കാരണം ഈ ദിവസം യേശു കർത്താവ് ശരീരധാരി അല്ലാത്തതുകൊണ്ട് അവൻ വാക്യവുമായി അനേക സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു പോയതുപോലെ ദൈവം തന്റെ കൽപ്പന അനുസരിച്ചാണ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നത്. അവിടെ എരിഹോവ് പട്ടണത്തിൽ ഇന്നും സക്കായി കയറിയിരുന്നതായ ആ മരമുണ്ട്. അതൊരു വഴിയരികിൽ നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തു സഞ്ചരിച്ചുകൊണ്ട് എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ആ പട്ടണത്തിൽ ആരാണ് അവിടെയുള്ളത്? ഒന്ന് നോക്കൂ. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ. ആരാണവൻ? ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറയുമ്പോൾ ടാക്സ് കളക്ടർ, ടാക്സ് പിരിച്ചെടുക്കുന്നതായ ഒരു അധികാരി. അവൻ ധനവാനാണ്. അവനൊരു കുറവുമില്ല. അവൻ അധികാരമുണ്ട്, പണവുമുണ്ട്. അധികാരവുമുണ്ട്, പണവുമുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിയാൽ ആരെയും അവർ വകവയ്ക്കില്ല, ആരെയും അവർക്ക് ആവശ്യമില്ല. അവന് അധികാരമുണ്ട്, അവന് ഭരിക്കുവാൻ കഴിയും, എന്തും ചെയ്യുവാനുള്ളതായ അധികാരമുണ്ട്. നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും അധികാരമുണ്ട്. അതുകൊണ്ടാണ് അഴിമതികൾ പലപ്പോഴും നടക്കുന്നത്. ധനവാന്മാർ അങ്ങനെ കോടീശ്വരന്മാരായിട്ട് മാറുന്നു. വഞ്ചനയും അഴിമതിയും നടത്തുന്നു. നികുതി അടയ്ക്കേണ്ടതായ ആളുകൾ, ടാക്സ് പിരിച്ചെടുക്കുന്നതായ ആളുകൾ, ടാക്സ് കളക്ടേഴ്സ്, അവർ അഴിമതി കാണിച്ച് ധനവാന്മാരായിട്ട് മാറുന്നുണ്ട്. ഈ സക്കായിയും അങ്ങനെ ധനവാനായിട്ട് മാറിയതാണ്. അഴിമതി ചെയ്തുകൊണ്ട് ധനവാനായി മാറിയതാണ്. തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുവാനിടയായി. എല്ലാമുണ്ട് അവന്, എന്നാൽ മനഃശാന്തിയില്ല. ഈ ലോകത്തിൽ നോക്കുമ്പോൾ എല്ലാമുള്ള ആളുകൾക്ക് ചിലർക്ക് സമാധാനം കാണില്ല. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പണക്കാരെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ട്, എന്താണ് കുഴപ്പം? അവരുടെ കഷ്ടത നിങ്ങൾക്ക് എന്തറിയാം? ഇപ്പോൾ 1 കോടി രൂപ നിങ്ങളുടെ കൈ തന്നിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമോ? ഇവിടെ നിന്ന് 1 കോടി രൂപ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്? നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തും നിങ്ങളുടെ ഹൃദയം ടപടപ 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 എന്നടിക്കും. അങ്ങനെ അടിക്കില്ലേ? അനേകരും ചിന്തിക്കുന്നു പണമുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്. എന്നാൽ അത് വെറുതെയാണ്. പണമുള്ളവർക്ക് അവരുടേതായ കഷ്ടപ്പാടുകളുണ്ട്. എല്ലാമുള്ളവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നുമില്ലാത്തവർക്കും അവരുടേതായ കഷ്ടതയും ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ എല്ലാവർക്കും വേണം. അവൻ ധനവാന്മാരുടെ ദൈവമാണ്, പാവപ്പെട്ടവരുടെ ദൈവമാണ്, വിദ്യാഭ്യാസമുള്ളവരുടെ ദൈവമാണ്, വിദ്യാഭ്യാസമില്ലാത്തവരുടെ ദൈവമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അവരുടേതായ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനാണ്. ഈ സക്കായി തന്റെ പണം കൊണ്ട് എന്തൊക്കെയോ നേടുവാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ ഒരു നല്ല ചിന്ത അവനുണ്ടാകുവാനിടയായി. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചു. യേശു കർത്താവ് ആരാണെന്നൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ആശ നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴും അനേകം ആളുകൾക്ക് ആ ആഗ്രഹം ഇല്ലാത്തവരാണ്. ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമോ? ആരാണ് യേശു ക്രിസ്തു? ആരാണ് യേശു? പറയൂ. നമ്മളിപ്പോഴും യേശുവിനെ ചിത്രത്തിൽ മാത്രമാണ് കാണുന്നത്. ഹൃദയം തുറന്ന ഒരു പടമുണ്ടല്ലോ, അതാണ് യേശു ക്രിസ്തു എന്ന് പറയും. ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്ന ഒരുവനുണ്ടല്ലോ, അവനാണ് യേശു ക്രിസ്തു. ഇങ്ങനെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ചിത്രമിൽ, അവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും ഇന്ന് അനേകം ആളുകളുണ്ട്. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഒരു ദൈവമാണെന്ന് പറയുന്നതായ ആളുകൾ, അവനും ഒരു ദൈവമാകുന്നു എന്ന് പറയുന്ന ആളുകൾ പലരുമുണ്ട്. അവനും ഒരു ദൈവമാണെന്നോ? ഞാനൊഴികെ മറ്റൊരു ദൈവവും നിങ്ങൾക്ക്
ഉണ്ടാകുവാൻ പാടില്ലെന്ന് പറഞ്ഞവൻ. ഇന്ന് അനേകം ആളുകൾക്കും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്കും യേശുക്രിസ്തുവിലുള്ളതായ മഹത്വത്തെ അറിയില്ല. യേശു ആരാണെന്ന് അറിയില്ല. യേശുവിനെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ എത്ര ഒച്ച വെച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് വചനം പറയുന്നു. ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ചിലർ പറയാറുണ്ട് നിർബന്ധിച്ച് മതം മാറ്റുന്നു എന്നൊക്കെ. യേശുക്രിസ്തു ഒരു വ്യക്തിയെയും ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഇതാ ജീവൻ, ഇതാ മരണം, ഇതാ ഇടുക്കമുള്ള വാതിൽ, ഇതാ വിശാലമായ വാതിൽ, ഇതാ സ്വർഗം, ഇതാ നരകം. ഏത് വേണമോ തിരഞ്ഞെടുക്കൂ. അത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടമാണ്. ലോകമനുഷ്യർക്ക് ഒരുപാട് ആശകളുണ്ട്. ഒരുപക്ഷെ നിന്റെ ആശ എന്താണെന്ന് ചോദിച്ചാൽ എത്രയോ ആശകൾ പറയും. നമുക്ക് ഒരുപാട് ആശകളും ഒരുപാട് സ്വപ്നങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും പലപ്പോഴും നാം ചിന്തിക്കുകയാണെങ്കിൽ അത് സാധിക്കുവാൻ കഴിയുകയില്ലായിരിക്കാം. വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും പലപ്പോഴും. എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ആശകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും യേശുവിനെക്കുറിച്ച് അറിയണമെന്നുള്ളതായ ആശ, അവന്റെ ബലത്തെ മനസ്സിലാക്കണമെന്നുള്ള ആശ, അവന്റെ സ്നേഹത്തെ തിരിച്ചറിയണമെന്നുള്ളതായ ആശ, അവൻ നൽകുന്ന രക്ഷ കരസ്ഥമാക്കണമെന്ന ആശ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ശലോമോൻ എന്ന പേരുള്ള വലിയൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഒരിക്കൽ എല്ലാം നേടിയെടുത്തതിന് ശേഷം മനുഷ്യന് എന്ത് ചെയ്താൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയും എന്ന് നോക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അതായത് ഈ ലോകത്തിലുള്ളതായ മനുഷ്യർക്ക് മാക്സിമം ഹാപ്പിനെസ് എന്തിൽ നിന്ന് ലഭിക്കും, ഈ ലോകത്തിലുള്ളതായ മനുഷ്യർ എന്തിലാണ് ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കുവാൻ ആഗ്രഹിച്ചു. രാജാവ് വിചാരിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ച്, രാജാവിന് എന്തും ചെയ്യുവാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? സഭാപ്രസംഗി 2-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ പോവുകയാണ്. വീഞ്ഞു കുടിച്ച് തന്റെ വയറ് നിറയ്ക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. എന്തിലാണ് സന്തോഷമുള്ളത്? മജാ. മദ്യപാനത്തിൽ സന്തോഷമുണ്ടോ? കുടിക്കുന്നവരെ നോക്കൂ, കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എനിക്ക് ലോകത്തിൽ ഒന്നും വേണ്ട, എൻ്റെ ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, എനിക്ക് ആ ബോട്ടിൽ മാത്രം മതി, ബോട്ടിൽ മാത്രം എനിക്ക് തന്നാൽ മതി. ഇതിൽ തന്നെയാണ് എല്ലാ സന്തോഷവും. എടാ, നരകത്തിൽ പോകും. എവിടെയാണ് നരകം? സ്വർഗം നോക്ക്, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുത്തൻ. എന്താണ്? മദ്യക്കുപ്പിയാണ് അവൻ്റെ സ്വർഗമെന്ന്. എടാ ഭ്രാന്ത, ആ മദ്യം കുടിച്ചിട്ട് നീ സ്വർഗം അനുഭവിക്കുകയാണെന്നാണോ വിചാരിച്ചത്? എന്നാൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. മദ്യപന്മാരെ നോക്കുക. അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നാണോ വിചാരിക്കുന്നത്? അവർ സന്തോഷത്തിനു വേണ്ടിയാണ് മദ്യപിക്കുന്നത്. എന്നാൽ മദ്യപിച്ച ശേഷം ഉള്ള സന്തോഷത്തെ അവർ കെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. ഉള്ള ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു, അപമാനങ്ങൾ വരുത്തിവെക്കുന്നു, കടം വരുത്തിവെക്കുന്നു, കുടുംബങ്ങൾ തകർത്തു കളയുന്നു. മദ്യപാനികളെ, നിങ്ങൾക്ക് കഷ്ടം. ചിലർ പറയും ഞങ്ങൾ അധികം കുടിക്കില്ല, അല്പം മാത്രമേ കുടിക്കൂന്ന്. ഒരാൾ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ട് വെളിയിൽ വരിയില്ല, സുഖമായി കിടന്നുറങ്ങുമെന്ന്. നീ കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നവനാണെങ്കിലും, കുപ്പിക്കണക്കിന് മദ്യം കുടിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ അല്പസ്വല്പം പെഗ്ഗടിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ ഒരു വലിയ കുടിയനാണെങ്കിലും, നീ ഒരു ചെറിയ കുടിയനാണെങ്കിലും, നീ മദ്യപാനി തന്നെയാണ്. മദ്യപാനികൾ ദൈവത്തിന്റെ രാജ്യം അവകാശം ആക്കുകയില്ല. മദ്യപാനികൾ തങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മദ്യപാനം അല്ല. മദ്യപാനത്തിൽ നിനക്ക് സന്തോഷം ലഭിക്കില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിൽ, ആർക്കു കഷ്ടം, ആർക്കു സങ്കടം, ആർക്കു കലഹം, ആർക്കു ആവലാതി, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. എത്രയോ ആളുകൾ ഇന്ന് മദ്യപാനത്തിന് അടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ കിടക്കുന്നു. എത്രയോ യൗവനക്കാർ ഇന്ന് മയക്കുമരുന്നിന് അടിമകളായിട്ട് മാറുന്നു. ശലോമൻ മദ്യം കുടിക്കുവാനിടയായി. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വന്തമായി വീട് പണിതാൽ സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വീട് പണിയുവാനിടയായി. എന്താണ് സ്വന്തമായി ഭവനം പണിയണമെന്ന് ഒരു സഹോദരി നേരത്തെ പറയുമായിരുന്നു. സ്വന്തമായിട്ട് വീട് പണിയണം, സ്വന്തമായിട്ട് വീട് പണിയണമെന്ന് എന്നെ കാണുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ പ്രാർത്ഥന വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം വീട് പണിയാനിടയായി. ആ വീടൊക്കെ പണിതല്ലോ, സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സുഖം ബ്രദർ, ഇത് മൊത്തം അടിച്ചു വരാനേ കഴിയുന്നില്ല. അത്ര വലിയ വീട് എന്തിനാണ് പണിതത് സഹോദരി? എന്താണ് പിന്നെ ചെയ്യുന്നത്? വീട് പണിതപ്പോൾ വലിയ വീട് വേണമെന്ന് പറഞ്ഞ് കടം വാങ്ങിച്ച് പണിതു. വീട് അടിച്ചു വരുന്നതിന് വേണ്ടി രാവിലെ വാതിൽ തുറക്കുമ്പോൾ വാതിൽക്കൽ കടക്കാർ വന്ന് നിൽക്കുന്നു. പണം എപ്പോൾ കിട്ടും, പലിശ എപ്പോൾ തരുമെന്ന് ചോദിക്കുന്നു. ആ ചെറിയ വീട്ടിലായിരുന്നപ്പോൾ നല്ല സമാധാനമുണ്ടായിരുന്നു. ഈ വലിയ വീട്ടിൽ വന്നിട്ട് ഒരു സ്വസ്ഥതയുമില്ലെന്നാണ് പറയുന്നത്. വീട് പണിതാൽ നിനക്ക് സന്തോഷം വരികയില്ല. നിന്റെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ അതാണ് നിനക്ക് സന്തോഷം. അലസതയിൽ ഒരു സന്തോഷവുമില്ല. പിന്നെന്താണ്? ഗായകന്മാരെ നിയമിക്കുവാനിടയായി. എന്തുകൊണ്ടാണ്? പാട്ട് കേൾക്കുന്നതിന് വേണ്ടി. ആ കാലത്ത് ടേപ്പ് റെക്കോർഡുകളും മറ്റും ഒന്നുമില്ലായിരുന്നല്ലോ.
ഇപ്പോൾ കൊണ്ടിരിക്കുന്ന CD-യോ മെമ്മറി കാർഡോ ഒന്നുമില്ലായിരുന്നല്ലോ. അതായത് ലൈവായിട്ടുള്ള മ്യൂസിക് ആണെന്നാണ്. പാടൂ എന്ന് പറഞ്ഞാൽ അവർ പാടാൻ തുടങ്ങും. ഇനിയൊരു മ്യൂസിക് ഇട്, ഇനി വേറെ മ്യൂസിക് ഇട്. അങ്ങനെ എത്രയോ മ്യൂസിക്കുകളാണ്. ഏതെല്ലാം തരത്തിലുള്ള മ്യൂസിക്കാണ്. പാപ്പ്, റോപ്പ്, ഹിപ്പാപ്പ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ളതായ ബീറ്റുകൾ. ഒരു ദിവസം മുഴുവൻ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് മനുഷ്യന് തലവേദനയാണോ ഉണ്ടാകുന്നത്, അതോ സന്തോഷമാണോ ഉണ്ടാകുന്നത്? പറയൂ. സംഗീതം മനുഷ്യന് സന്തോഷം നൽകില്ല. മ്യൂസിക്കിലൂടെ മനുഷ്യന് യഥാർത്ഥമായ സന്തോഷം ലഭിക്കില്ല. അത് താൽക്കാലികമായ സന്തോഷമായിരിക്കും നൽകുന്നതല്ലാതെ അത് നിന്റെ മനസ്സിന് സ്വസ്ഥത നൽകില്ല. അങ്ങനെ സകലതും പരീക്ഷിച്ച ശേഷം ശലോമോൻ പറയുന്നു, ഞാൻ ചെയ്ത സകലതും പരിശോധിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എന്റെ അധ്വാനമെല്ലാം വ്യർത്ഥമായിരുന്നു, എന്റെ പരിശ്രമമെല്ലാം വ്യർത്ഥമായിരുന്നുവെന്ന്. ഇതിലൊന്നും യഥാർത്ഥമായ സന്തോഷം ഇല്ല. യഥാർത്ഥമായ സന്തോഷം പാപക്ഷമ പ്രാപിച്ചവരുടെ ഹൃദയത്തിലാണ് കാണുന്നത്. കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവരുടെ ഹൃദയത്തിലാണ് കാണുന്നത്. ലംഘനങ്ങൾ ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാനാണെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പാപം ക്ഷമിക്കപ്പെട്ടവൻ. യേശുവിലാണ് സന്തോഷമുള്ളത്, അവനിലാണ് സമാധാനമുള്ളത്. സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും, മനുഷ്യർ എങ്ങനെ നമുക്കെതിരെ പ്രവർത്തിച്ചെന്നാലും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത സന്തോഷത്തെ നമുക്ക് നൽകുവാൻ വേണ്ടി കർത്താവ് ഒരുക്കത്തോടെയായിരിക്കുന്നു. പ്രാർത്ഥന. എല്ലാവരും തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ വചനങ്ങൾ കേൾക്കുന്നതായ എല്ലാ മക്കളെയും നീ ദർശിക്കണമേ. ഞങ്ങളെ പേരായിട്ട് തിരിച്ചറിയുന്നതായ ദൈവമാകുന്നു നീ. ഞങ്ങളുടെ സ്ഥിതിഗതികൾ അറിയുന്നതായ ദൈവമാകുന്നു നീ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങൾ പോലും കേൾക്കുന്നവനാണ് നീ. ഞങ്ങളുടെ നെടുവീർപ്പുകളെ കാണുന്ന ദൈവമാണ് നീ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ കഷ്ടതയെയും ദുഃഖത്തെയും എല്ലാം കണ്ട് ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി രക്തം നൽകിയിരിക്കുന്നതായ ദൈവമാകുന്നുണ്ട്. നിന്നെ മറന്ന് നിന്നെ വിട്ടിട്ട് ഞങ്ങളുടെ ഇഷ്ടാനുസരണമായി ജീവിച്ച് ഞങ്ങൾ വരുത്തി വച്ചതായ പാപത്തിനു വേണ്ടി പശ്ചാത്തപിക്കുന്നതായ സമയത്ത്, നിന്റെ പാദപീഠത്തിലേക്ക് ഓടി വരുന്നതായ സമയത്ത്, നിന്റെ ചിറകിൻ മറവിൽ ഞങ്ങളെ ചേർക്കണമേ അപ്പാ. നിന്റെ കരങ്ങളെ നീട്ടിക്കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാവിധമായ ബലഹീനതകളെയും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ അപ്പാ. നിന്റെ മകനായിട്ട് നിന്റെ മകളായിട്ട് നിത്യജീവന്റെ അവകാശികളായി നിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാനായി ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ